പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ഡിസംബർ മാസത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും വിജയകരമായി വോട്ട് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. 2021 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുകൾ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേരുകൾ ഇല്ലെങ്കിൽ പുതുതായി പേരുകൾ ആഡ് ചെയ്യാനുള്ള സൗകര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ള ഈ വിപുലമായ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന ഈ കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുകൾ ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചീഫ് ഇലക്ഷൻ ഓഫീസർ പുറത്തിറക്കിയിരിക്കുന്ന ഒരു പോസ്റ്ററാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തോട്ടിരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുവാനും അതുപോലെ തന്നെ പേരുകളില്ലെങ്കിൽ പുതുതായി പേര് ചേർക്കുവാനും നമ്മളെ സംബന്ധിച്ച് വോട്ടർ പട്ടികയിലെ വിവരങ്ങളിൽ നിയമാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാനും 3 സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. ഈ 3 സംവിധാനങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമായി NVSP അഥവാ നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ പേര് കരട് വോട്ടർ പട്ടികയിലുണ്ട് എന്ന് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം NVSP എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന റിസൾട്ട് www.nvsp.in ഇതാണ് നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ വെബ്സൈറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വെബ്സൈറ്റ് ആയിരിക്കും തുറന്നു വരുന്നത്. ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം സെർച്ച് ഇൻ ഇലക്ടറൽ റോൾ എന്ന ഒരു സെക്ഷൻ കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്രകാരം ഒരു വിൻഡോ ലഭിക്കും. ഇതിൽ നമുക്ക് 2 രീതിയിൽ സെർച്ച് ചെയ്യാനായിട്ട് കഴിയും. എയ്തർ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാം. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേര്, നമ്മുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ പേര്, അതുപോലെ തന്നെ നമ്മുടെ ഏജ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നമ്മൾ ഏത് നിയോജക മണ്ഡലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള വിവരവും കൂടി നൽകി താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച ഫോമും കൂടെ ഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേര് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുവാനായിട്ട് കഴിയും. രണ്ടാമതായി അതിൻ്റെ താഴെ സെർച്ച് ബൈ എപ്പിക് നമ്പർ എന്നൊരു സെക്ഷൻ കൂടെ നമുക്ക് കാണാം. ഇത് അല്പം കൂടി ലളിതമായിട്ടുള്ള മാർഗ്ഗമാണ്. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടേഴ്സ് ID കാർഡിലെ നമ്പറിനെയാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത്. നമ്മുടെ വോട്ടേഴ്സ് ID കാർഡ് പരിശോധിച്ചാൽ നമുക്ക് ഈ എപ്പിക് നമ്പർ ലഭിക്കുന്നതാണ്. ആ എപ്പിക് നമ്പർ ഇവിടെ നൽകിയതിന് ശേഷം നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ക്യാപ്ച കോഡ് കൂടെ നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കരട് വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്രകാരം ഒരു റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്പർ ഓഫ് റെക്കോർഡ്സ് ഫൗണ്ട് 1. ഇതിൻ്റെ താഴെയായിട്ട് വ്യൂ ഡീറ്റെയിൽസ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് ചെക്ക് ചെയ്ത് നമ്മളുടെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാനും സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമുക്ക് ഈ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യുവാനുമുള്ള ഒരു സൗകര്യം കൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമതായി വോട്ടേഴ്സ് പോർട്ടൽ എന്ന വെബ്സൈറ്റ് വഴിയും നമുക്ക് വോട്ടർ പട്ടിക ചെക്ക് ചെയ്യുവാൻ കഴിയുന്നതാണ്. നമ്മൾ വോട്ടേഴ്സ് പോർട്ടലിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ 10 അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിന് വേണ്ടി ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യുക. തുടർന്ന് മുകളിൽ വരുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ ഇലക്ടറൽ സെർച്ച് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക.
ഇവിടെ നിങ്ങളുടെ എപ്പിക് നമ്പർ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എപ്പിക് നമ്പർ കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേര് കരട് വോട്ടർ പട്ടികയിൽ ഉണ്ട്. മൂന്നാമതായി വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പരിശോധിക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു ആപ്ലിക്കേഷൻ കാണുവാൻ സാധിക്കും. അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളൊരു ഡിസ്ക്ലെയിമർ എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എഗ്രി ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്കിപ്പ് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സെർച്ച് യുവർ നെയിം ഇൻ ഇലക്ടറൽ റോൾ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ആ സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം 3 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ പുതിയ ID കാർഡ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു ബാർകോഡ് കാണാനായിട്ട് കഴിയും. ഏതർ ആ ബാർകോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാം. അല്ലെങ്കിൽ നമ്മൾ മുൻപേ കണ്ടതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യുവാൻ കഴിയും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ എപ്പിക് നമ്പർ നൽകി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാനായിട്ട് കഴിയും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്ന ഈ സൗകര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണുകളിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ.